ഡെയിലി ഡോസിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ മകളുടെ 10ാം ക്ലാസ്സിലെ CBSE പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസം. അപ്പോൾ നേരത്തെ തന്നെ എടുത്തൊരു തീരുമാനമുണ്ട്, റിസൾട്ട് എങ്ങനെ വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഞങ്ങൾ മാത്രമല്ല, ആ കുട്ടിയും കൂടി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാക്കുക. വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനോട് ചേർന്ന് വേറൊരു കാര്യം, അടുത്തിടെ വായിച്ച ഒരു ചെറിയ ഒരു വ്യക്തിയുടെ കഥ കൂടി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. നിങ്ങളെല്ലാവരും മമ്മൂട്ടിയുടെ അമരം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതില് സ്വന്തം മകളെ ഡോക്ടറാക്കാൻ ആഗ്രഹിച്ച് നടക്കാതെ പോയ ഒരു അച്ഛന്റെ വേദന നമ്മളെല്ലാവരും ആ സിനിമയിൽ കണ്ടതാണ്. ആ ഒരു സിനിമയിൽ, പ്രത്യേകിച്ച് ആ സിനിമയിൽ തന്നെ മമ്മൂട്ടി മണല് കൂട്ടിപ്പിടിച്ച് നെഞ്ചത്തേക്ക് അരുകി ചേർത്ത് വെച്ച് ആ ഒരു പാട്ടിനിടയ്ക്കുള്ള ഒരു രംഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥ കഴിഞ്ഞ ദിവസം വനിതയിൽ വായിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് മനസ്സിലായത്. പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി, റെബേക്ക ജോർജ് തരകൻ എന്ന് പറയുന്ന പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി, തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അവരെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു. സ്കൂൾ സമയത്തൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുകയായിരുന്നു ആ കുട്ടി. പിന്നീട് കോളേജിലേക്ക് മാറിയ സമയത്തും ഈ പറഞ്ഞതുപോലെ പഠിച്ചു. പക്ഷെ അത്ര വലിയൊരു മാർക്കൊന്നും ഉണ്ടായില്ല, ഒരു സാധാരണ ആവറേജ് മാർക്കൊക്കെ വാങ്ങിച്ചു പോയി. സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ അവർ ചേരുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ മാർക്ക് അത്ര വലിയൊരു മാർക്കിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. മാർക്ക് വന്നപ്പോൾ എൻട്രൻസ് എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് പോവുകയും ചെയ്തു. ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് പിന്നെ ഒന്നുകൂടി മെഡിസിന് പഠിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ചേർന്നത്. പക്ഷെ ഡിഗ്രിക്ക് പോയപ്പോഴും കെമിസ്ട്രിക്ക് ചേർന്നിട്ട് പഠിക്കാൻ പോയപ്പോഴും അവർക്ക് ഉഴപ്പേണ്ടി വന്നു. പിന്നീട് അവർക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റിയില്ല. MBBS പഠിക്കാനുള്ള ഒരു പ്രവേശന പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഡോക്ടറായിട്ട് മാറാനോ അവർക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ അന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് കല്യാണപ്രായമായ പെൺകുട്ടി എന്നുള്ള രീതിയിൽ നല്ല ആലോചനകൾ വരികയും അവരെ ഒരു നല്ല ആലോചനയിൽ അവരെ കല്യാണം കഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട്, പെൺകുട്ടികൾ അടുക്കളയിൽ കയറുന്നത് ഈ അപ്പന് ഇഷ്ടമല്ല, പക്ഷെ പാചകമൊന്നും അറിയാത്തതുകൊണ്ട് ഈ കല്യാണത്തിന്റെ സമയമായി കഴിഞ്ഞപ്പോൾ അവരെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലെ ഒരു കൾച്ചറൽ അക്കാഡമിയിലേക്ക് കുക്കിങ്ങും ഹോം മേക്കിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിടാൻ ആയിട്ട് തീരുമാനിച്ചു. അതിനടുത്ത കൊല്ലം തന്നെ അവർ BEdും ചെയ്തു. 1979 അവർ വിവാഹം കഴിഞ്ഞ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കല് അമ്മയും അച്ഛനും അവിടെ ചെന്ന സമയത്ത് അവര് അടുക്കളയിൽ ചോറ് വാർക്കുകയും തേങ്ങ ചുരണ്ടുകയും സാമ്പാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഒരിക്കലും അവർ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ പറയുകയും ചെയ്തു, നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച നിന്നേക്കാൾ കുറവ് മാർക്ക് കിട്ടിയവർ പോലും ഡോക്ടറായി, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായി, പക്ഷെ എന്റെ മകൾ എന്ത് നേടി, നന്നായി ദോശ ചൂടാൻ പഠിച്ചു, അത്ര തന്നെ എന്ന് പറയുകയും ചെയ്തു. അപ്പം സ്വന്തം മകളെ ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കളുടെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അതിൽ അവര് ഈ പറയുന്നത് പോലെ ഡോക്ടർ ആവാത്ത മകൾ ഒരു കുടുംബസ്ഥയാവുകയും ദോശ ചൂടാനും ചോറ് വാർക്കുകയും ഒക്കെ ചെയ്യുന്ന, സാമ്പാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ വീട്ടമ്മയായി മാറി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഈ ദോശ ചൂടുന്ന കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാം മിടുക്കികളായി, നീ വെറുതെ ദോശ ചൂട്ട് അടുക്കളയിൽ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അന്ന് തന്നെ അവരെന്ത് ചെയ്തു, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മാർക്ക് കുറവായിരുന്നെങ്കിലും ഫ്രഞ്ച് ഭാഷയ്ക്ക് മാത്രം അവർക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പൊ അവര് തീരുമാനിച്ചു ഫ്രഞ്ച് ഭാഷയിൽ ഉപരിപഠനം നടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവര് ചെന്നൈയിലെ സാന്തോം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു അലയൻസ് ഫ്രാൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നിട്ട് ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങി. ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ക്യാൻറ്റീനിൽ ഒന്നിച്ചപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഫ്രഞ്ച് പഠിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു അവര് സമയം കളയാനും രസിക്കാനും ഒക്കെ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ റെബേക്ക കഥാനായിക പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഉയർന്ന മാർക്കോട് കൂടി അവിടെ നിന്ന് ഫ്രഞ്ച് പഠിക്കുകയും അതിനടുത്ത കോഴ്സ് അവിടെ നിന്ന് ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ MA ഫ്രഞ്ച് കോഴ്സ് ആരംഭിക്കുന്നു എന്നുള്ളൊരു കാര്യം അവര് പത്രത്തിൽ നിന്ന് അറിഞ്ഞു. അതിന് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ആ പ്രൊഫസർ പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കോഴ്സാണ്, നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തുടരെ പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് കാര്യത്തിൽ ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കറിയാം അവരുടെ ഈ ഒന്ന് കല്യാണം കഴിച്ചതും 2 കുട്ടികളും ഉള്ളതൊക്കെ അവർക്കൊരു കോളേജിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ളതും അത് ഇങ്ങനെ ഒരു ചർച്ചയിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞു അവർക്ക് കുട്ടികളെ നോക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതും
അത് കാര്യമാക്കണ്ട, ഞാൻ പഠിക്കാൻ തന്നെയാണ്, സീരിയസ് ആയിട്ട് പഠിക്കാൻ വന്നിരിക്കുകയാണെന്നുള്ളതും അവർ ഫ്രഞ്ചിൽ തന്നെ പറഞ്ഞു, ഫ്രഞ്ച് ഭാഷയിൽ തന്നെ പറഞ്ഞു. അപ്പം അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ, ഇന്റർവ്യൂ ചെയ്ത പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ഫ്രഞ്ച് സംസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ വാശിയോടുകൂടി ഫ്രഞ്ച് പഠിക്കുകയും റിസൾട്ട് വന്നപ്പോൾ ഉയർന്ന രീതിയിലുള്ള ഫസ്റ്റ് ക്ലാസ് കിട്ടുകയും അതിനുശേഷം അവര് എംഫിലിന് തിസീസ് എഴുതാനായിട്ട് തീരുമാനിച്ചു. അതായത് റിസർച്ച് ചെയ്യാനായിട്ട് എംഫിലിന് തീരുമാനിച്ചു. അപ്പൊ ആ സമയത്തൊക്കെ അവരൊരു സാധാരണ വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുകയും അവർക്ക് ഒരു സമയത്ത് തിസീസ് സബ്മിറ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് അതിലുള്ള അക്ഷരത്തെറ്റുകൾ കണ്ടിട്ട് പ്രൊഫസർ പറഞ്ഞു, ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഉദ്യമം അവിടെ പാഴായി പോകുന്നില്ല. പ്രൊഫസർ തന്നെ പറഞ്ഞു, ഉപാധികളോടുകൂടി, അതായത് ഫൈൻ അടച്ച് 3 മാസത്തിനകം വൃത്തിയായി എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റുകളൊന്നും ഇല്ലാതെ ടൈപ്പ് ചെയ്ത് തിരിച്ചവര് കൊണ്ടുവന്നു. അങ്ങനെ അവര് ഒരു എംഫിൽ അവര് മുഴുവൻ തീർക്കുകയും അവരൊരു ഡോക്ടറേറ്റ് ബിരുദം നേടുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം അവര് ആദ്യം ഒരു പാർട്ട് ടൈം ഫ്രഞ്ച് ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ കയറി. പിന്നീട് 1990 ചെന്നൈയിലെ ലയോള കോളേജിൽ ലെക്ചറായി. പിന്നീടുള്ള 25 വർഷങ്ങൾക്കിടയിൽ ഡീനായി, പ്രൊഫസറായി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആയി. അതിനുശേഷമാണ് ഈ എംഫിൽ കരസ്ഥമാക്കിയത്. അപ്പോൾ ഒരു വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പദവിയിലേക്ക് എത്തിയെന്നുള്ളൊരു കഥ കൂടിയാണിത്. അപ്പൊ ഇതിന്ന് അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഫ്രഞ്ച് ഭാഷയിൽ ഡോക്ടറേറ്റ് നേടുകയും അതിലെ ഫ്രഞ്ച് ഭാഷയിൽ ഡോക്ടറേറ്റ് നേടുന്നതെന്ന് എം മുകുന്ദന്റെ നോവലുകളിലെ കൊളോണിയലിസവും സാർത്ര, കാമു എന്നീ ഫ്രഞ്ച് സാഹിത്യകാരന്മാരുള്ള താരതമ്യ പഠനം എന്നുള്ളൊരു വിഷയത്തിലാണ് ചെയ്തത്. അപ്പൊ അതില് എന്തായാലും അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അവര് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ, ഒരു മെഡിക്കൽ ഡോക്ടർ ആയില്ലെങ്കിലും അവസാനം അവര് ഒരു എംഫിൽ നേടി അവരൊരു ഡോക്ടറായി. അച്ഛന് മകളെ ഒരു ഡോക്ടറായി തന്നെ കാണാൻ അവർക്ക് കഴിഞ്ഞു. അപ്പൻ അത് മരണത്തിന്റെ വാർഷികത്തിലാണ് അവരത് പത്രത്തിൽ അപ്പന്റെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ അടിക്കുറിപ്പായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ മെഡിക്കൽ ഡോക്ടറാകാൻ കഴിഞ്ഞില്ലെങ്കിലും PhD ചെയ്ത് ഞാനൊരു ഡോക്ടറായി അപ്പന് വേണ്ടി മാത്രം എന്ന് പറയുന്നു. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, എന്റെ മകളുടെ ഇന്നത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളോ ഒന്നും നമ്മളുടെ മക്കളുടെ മേളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കട്ടെ. ഒരുപക്ഷെ ഒരു ഭാഷ പഠിക്കാനാണ് നമ്മുടെ റെബേക്ക എന്ന് പറയുന്ന കഥയിലെ നായിക ആദ്യമേ തീരുമാനിച്ചിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ ആദ്യം തന്നെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയേക്കാം. ഒരുപക്ഷെ അവർക്ക് ചിലപ്പം മെഡിക്കൽ പ്രൊഫഷന് പോകാത്തോണ്ടോ അതല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ കളിയാക്കി ദോശ ചൂടാൻ മാത്രം അറിയാവുന്ന ഒരു വീട്ടമ്മയായിട്ട് മാറി എന്ന് പറഞ്ഞ ഒരു സ്പാർക്കിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ അവര് പിന്നീട് എംഫിൽ വരെയൊക്കെ എടുക്കാനുള്ള രീതിയിലേക്ക് പോയതെന്നായിരിക്കാം. പക്ഷെ 2 കാര്യങ്ങൾ: ഒന്ന്, കുട്ടികളുടെ അമിത പ്രതീക്ഷ ഒരിക്കലും പാടില്ല, അല്ലെങ്കിൽ അവരെന്താകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. 2, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയില്ല എങ്കിലും പിന്നീട് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് അതിലേക്ക് വീണ്ടും എത്താം എന്നുള്ളതാണ് നമ്മളുടെ ഈ വീട്ടമ്മയായ കഥാനായിക റെബേക്ക നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ജീവിതത്തിൽ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും കല്യാണം കഴിഞ്ഞാലും കുട്ടികളായാലും ഒക്കെ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ റെബേക്ക ജോർജ് തരകൻ പഠിപ്പിക്കുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ കഥ മലയാള മനോരമയുടെ വനിതയിൽ ഓൺലൈനിൽ വായിക്കുന്നത്. ഇത് വളരെ ഇൻസ്പയറിംഗ് ആയി തോന്നി, അതിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഡെയിലി ഡോസിലെ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഒരിക്കൽ കൂടി നന്ദി.